നമസ്കാരം. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ സജീവമായി ഇടപെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. വിജിലൻസ് കോടതിയിൽ അവർ മൊഴി കൊടുക്കാനെത്തി ചില നിർണായകമായ കേസിൻ്റെ തുമ്പുകൾ ചുരുളഴിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി നടത്തപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആദ്യമായി ആ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സ്വപ്ന സുരേഷിനെ അറിയുന്നത്. അന്ന് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എൻ ശിവശങ്കരൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ശിവശങ്കരൻ പങ്കാളിയായിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് എന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പിന്നീട് പറയുകയുണ്ടായി. താൻ ഈ കേസിൻ്റെ രക്തസാക്ഷിയാണെന്നും 1.5 വർഷത്തിലേറെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ജയിലിൽ കിടക്കുകയുണ്ടായി. പിന്നീട് ജയിലിൽ നിന്നിറങ്ങിയ സ്വപ്ന സുരേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കേരളം കേട്ട് ഞെട്ടിത്തിരിച്ചത്. ഞാൻ കുറ്റക്കാരിയാണ്, എന്നെ കുറ്റവാളിയാക്കിയതാണ്, തീർച്ചയായും എനിക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനാവില്ല, ഞാൻ എന്നെ വിശുദ്ധയാക്കാൻ ശ്രമിക്കുന്നില്ല, എനിക്ക് പറ്റിയ തെറ്റുകൾ എനിക്ക് ബോധ്യമുണ്ട്, എന്നാൽ എന്നെക്കൊണ്ട് ഇത്തരം തെറ്റുകൾ ചെയ്യിപ്പിച്ച ആളുകൾ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അക്കമിട്ട് അടയാളപ്പെടുത്തി ചില പേരുകളും ചില സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബക്കാരും പിണറായി വിജയൻ്റെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് പറഞ്ഞ വാക്യങ്ങൾ, അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി കേരളത്തിൽ വന്നൊരു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതും. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നും. ഇത് തന്നെയാണ് അമിത്ഷായും ഒരു വേളയിൽ സംസാരിച്ചത്. അപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞത് ശരി തന്നെയാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളിൽ നിറയുമ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ കങ്കാണികൾക്കും വലിയ ക്ഷീണം തട്ടും. ലൈഫ് മിഷൻ കോഴക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ മൊഴി നൽകിയിരിക്കുന്ന വിജിലൻസിന് സ്വപ്ന സുരേഷിനെ അപ്പാടെ തള്ളിക്കളയുന്ന രീതിയാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്നത്. കുറേ കാലം കൊണ്ട് അത് പറഞ്ഞ് കെട്ടടങ്ങി പൊക്കോളും. എന്നാൽ അങ്ങനെയല്ല, താൻ അണയാത്ത കനൽ തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിലിരിക്കുന്ന ലാവ്ലിൻ കേസ്, മകൾ ബന്ധപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസ്, ഇപ്പോൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത്, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ ലൈഫ് മിഷൻ കോഴക്കേസ് എന്നിങ്ങനെ നിരവധി കേസുകൾ പിണറായി വിജയനെ തേടിയെത്തുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം 2016 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 വരെ കഴിഞ്ഞ 10 വർഷം കൃത്യമായിട്ട് ഭരണം കയ്യിലുണ്ടാകുമ്പോൾ പിണറായി വിജയനോ CPM-നോ ഈ വിഷയം ബന്ധപ്പെട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇത് പറഞ്ഞ് പതിയെ അങ്ങ് കെട്ടുപൊക്കോളും എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 10 വർഷം ആരെ കയ്യിലായിരുന്നു ഭരണം, അതുകൊണ്ട് തന്നെ യാതൊരുവിധ നടപടിയിലേക്കും പോവില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിരുന്നു. പക്ഷേ 10 വർഷത്തിന് ശേഷം ഭരണം മാറണമെന്ന് മാത്രമല്ല, പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ കഴിവില്ലാത്തവൻ എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിരുത്തപ്പെട്ടുന്നു എന്നുള്ളൊരു ചർച്ച കൂടി ഒരുപാട് നടക്കുന്നുണ്ട്. കാരണം പാർട്ടിക്കുള്ളിൽ ഇന്നേ വരെ പിണറായി വിജയൻ്റെ വാക്കിന് മുകളിൽ ഒരു വാക്കും ഒരാളും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ള നിലക്കാണ്. കാരണം പാർട്ടിക്കുള്ളിൽ പോലും പലതരത്തിലും ബേബിയുടെ പേരിൽ മറ്റൊരു അച്യുതൻ്റെ അവിടെ വളർന്നു കഴിഞ്ഞു. അപ്പം പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റപ്പെട്ട് കഴിഞ്ഞു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഭരണം മാറിക്കഴിഞ്ഞു. VD സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണത്തിലേറി. സ്വാഭാവികമായിട്ടും ഇനി പിണറായി വിജയൻ അവിടെ അനീതി ഇത്രയും കാലം എല്ലാവിധ സോഴ്സുകളും എല്ലാവിധ ഇൻ്റലിജൻസും പോലീസും ആഭ്യന്തരം എല്ലാം കൈപ്പിടിലൊതുക്കുന്ന നേതാവായിരുന്നു. അതിലെല്ലാത്തിലും ഉപരി കേന്ദ്രത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലാവ്ലിൻ കേസിലൊക്കെ ഒരുപാട് തവണ 30-40 പ്രാവശ്യത്തെ പലതവണ കേസുകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം മാറ്റിവെക്കപ്പെട്ടത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നാണ് നിയമവൃത്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. 37 പ്രാവശ്യം ഹിയറിങ്ങിന് വിളിച്ചിട്ട് കേസ് മാറ്റിവെച്ചു. കൂടാതെ ക്ലറിക്കൽ സെക്ഷനിൽ ബെഞ്ച് വൈസിൽ കേസ് മാറ്റിവെച്ചത് അതിലധികം തവണയാണ്. ഏതാണ്ട് 90 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു നിയമവ്യവഹാരം ഇത്രത്തോളം നീണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് കേന്ദ്രം ഭരിക്കുന്ന BJP-യുമായുള്ള സ്വാധീനത്തിൻ്റെ പേരിലാണ് പിണറായി വിജയൻ ഇതെല്ലാം സാധ്യമായത് എന്നുകൂടി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അപ്പം ഈ പറഞ്ഞ പോലെ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സർവ്വ സേനാധിപൻ എന്നുള്ള രീതിയിൽ പാർട്ടിയെ എന്താ പറയുക മൊത്തം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി, പാർട്ടിക്ക് അപ്പുറത്തും ഭരണം മൊത്തം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു, അതിലപ്പുറം കേന്ദ്രവുമായിട്ട് നല്ലൊരു ബന്ധം അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിർത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാവിധ ED CBI കേസുകളും കൃത്യമായിട്ട് തട്ടിവിടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് കൃത്യമാണ്. അപ്പം കഴിഞ്ഞ 10 വർഷം അദ്ദേഹത്തിനൊരു സേഫ് സോൺ ഉണ്ടായിരുന്നു, സെക്യൂർ ചെയ്യാൻ സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭരണമുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം വരികയാണെങ്കിൽ അതിന് ചേർത്ത് നിൽക്കാൻ പാർട്ടിയുണ്ട്, പാർട്ടി അനുയായികളുണ്ട്, പാർട്ടി കേഡർ സിസ്റ്റം ഉണ്ട്. എല്ലാം കൊണ്ടും എന്താ പറയുക പരമോന്നതനായ നേതാവ്, ഒരു കിങ് ജോങ് ഉൻ എന്നൊക്കെ പറയുന്ന പോലെ ഉത്തര കൊറിയയിലെ കിങ് ജോങ് ഉൻ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. CPM-നകത്തൊരു കിങ് ജോങ് ഉന്നായിരുന്നു പിണറായി. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അതീതമായി പുറത്തൊരു ചോദ്യം ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയുക ഒരു പൗരുഷമുള്ള ഒരാൾ പോലും CPM-നുള്ളിലോ അല്ലെങ്കിൽ LDF-നുള്ളിലോ. പൗരുഷമാണോ ധാർഷ്ട്യമാണോ? ആ വാക്കുകൾ നമ്മൾ മാറ്റി പറയേണ്ട ഒരു ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് ചോദിക്കാനുള്ള ധൈര്യം നമ്മൾ പറയുമല്ലോ, അതൊരു ധൈര്യം തന്നെ വേണമല്ലോ അതിന്. അപ്പം എന്താണെങ്കിലും എന്തുകൊണ്ട് അത് ചെയ്തു അല്ലെങ്കിൽ അതിന് എന്തുകൊണ്ട് അത് എതിർത്തു, അപ്പം അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ മാറി എന്താ പറയുക പാർട്ടിക്കുള്ളിൽ ഒരു പടയൊരുക്കം നടക്കുന്നു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ നിന്ന് ഇത്രയും കാലം സപ്പോർട്ട് ഉണ്ടായിരുന്ന മോദി ഈ പറഞ്ഞ പോലെ കയ്യിൽ പോയി കഴിഞ്ഞപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ ലാവ്ലിൻ കേസ് ഇനി എന്തായാലും ഒരുപാട് നീളാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല, ചിലപ്പം BJPക്ക് ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും പിണറായി വിജയനെ കൊണ്ട് ഒരു പക്ഷേ. അല്ല, കേരളത്തിൽ ഇപ്പോൾ വാസ് പറഞ്ഞതുപോലെ കേരളത്തിൽ കോൺഗ്രസ് തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയനെ വളർത്തുന്നു. രാഹുൽ ഗാന്ധിക്ക് അവിടെ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന കേരളത്തിൽ നിന്ന് ചെല്ലുന്ന MP-മാരാണ്. അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെ നിന്നാലും പ്രശ്നമില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് കൂടുതൽ MP-മാർ കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതവിടെ വിഷയമാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിൽ പിണറായി വിജയനെ കൂട്ടുപിടിച്ച് കേരളത്തിൽ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു മോദിയുടെ ലക്ഷ്യം. എന്നാൽ 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഒരു കാര്യം മനസ്സിലായി. കാര്യമായിട്ട് പണിയൊന്നും എടുക്കാതെ തന്നെ 3 സീറ്റ് BJPക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നേരത്തെ കണ്ട് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയനെ പിടിക്കേണ്ട പോലെ പിടിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും BJPക്ക് ഇക്കുറി കേരളത്തിൽ ഒരു 5 സീറ്റെങ്കിലും നേടാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് BJPക്ക് കിട്ടുന്ന വോട്ടുകളെല്ലാം CPM-ൻ്റെ വോട്ടുകളായിരുന്നു എന്നുള്ള കൃത്യമായൊരു വിലയിരുത്തൽ അവർക്കുണ്ടായതും. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും അതിൽ നിന്ന് വേണം തങ്ങൾക്ക് വോട്ട് കിട്ടാൻ. കാരണം ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് BJPക്ക് വീഴാൻ സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ CPM-നകത്തുള്ള ഹിന്ദു പക്ഷ വോട്ടുകൾ സ്വാംശീകരിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ഇനിയിപ്പോൾ പിണറായി വിജയനെ വളർത്തി കഴിഞ്ഞാൽ BJPക്ക് വളരാൻ പറ്റില്ല എന്ന് അവർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ റിസൾട്ടോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഇനി ഏതെങ്കിലും തരത്തിൽ താങ്ങി നിർത്തേണ്ട ആവശ്യം രാഷ്ട്രീയപരമായി മോദിക്കോ അമിത്ഷായ്ക്കോ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇനി അത്തരം ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ലാവ്ലിൻ കേസ് വിളിക്കേണ്ടത് തന്നെയാണല്ലോ. അപ്പം ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ ലാവ്ലിൻ കേസ്, അതേപോലെ എന്താ പറയുക ലൈഫ് മിഷൻ, മറ്റ് ഒരുപാട് കേസുകൾ, എക്സാലോജിക് CMR-ൽ ബന്ധപ്പെട്ട പല കേസുകളാണ് പിണറായി വിജയനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കറിവേപ്പില പോലെ ഇനി കേന്ദ്രവും എടുത്ത് വലിച്ചെറിയുന്നുള്ള ചോദ്യം കിടക്കുന്നുണ്ട്. എന്തായാലും ആ വിഷയം പിണറായി വിജയനെ വലിയ തരത്തിൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനിയിപ്പം ഈ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അവർ സോളാർ കേസിൽ ഈ പറഞ്ഞ പോലെ സരിതാ നായറിനെ അതിവിദഗ്ധമായിട്ടാണ് CPM ഒതുക്കിയത്. ആ കേസ് വിദഗ്ധമായി തന്നെയാണ് രംഗത്തിറക്കിയത്. അതെ, ആവശ്യം നമ്മൾ നോക്കണം ആ ഒരു ടൈം എങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് വ്യത്യാസമല്ല, ഒരു ഇലക്ഷൻ അടുപ്പിച്ചാണ് ഈ സാധനങ്ങളെല്ലാം അവർ കുത്തിപ്പൊക്കുന്നതും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട്. അതെ, അപ്പോൾ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കേരളത്തിൽ അത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാനും CPM-നും പിണറായി വിജയനും സാധിച്ചു എന്നുള്ളതാണ്. പിൽക്കാലത്ത് അതേ പിണറായി വിജയൻ്റെ വകുപ്പ് തന്നെ ഉമ്മൻചാണ്ടിക്ക് ക്ലിയറൻസും കൊടുത്തു. പക്ഷേ അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കടം. കാരണം ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് ഈ CBIയുടെ റിപ്പോർട്ട് വന്ന് കാണാൻ അദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ടായി. കാരണം അദ്ദേഹം ആ കാര്യത്തിൽ തെറ്റുകാരനല്ല എന്നുള്ളൊരു CBI കോടതിയുടെ ഒരു വിധി വന്ന് കാണാൻ അദ്ദേഹത്തിന് ആയുസ്സുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. പക്ഷേ ഉമ്മൻചാണ്ടിയെ അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായും അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി ആ കമ്മീഷന് മുന്നിൽ പോയിരുന്നു കൊടുത്തതെല്ലാം.
വിധി നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞേക്കുന്ന മാസപ്പടി ഉൾപ്പെടെയുള്ള കേസുകളിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഇവർക്കൊന്നും പറയാൻ സാധിക്കാത്തത്? അത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഈട് വരുന്നു എന്ന് പറയുമ്പോൾ ഹാലിളകി ഈടിയുടെ വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സമ്പ്രദായത്തോട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ CPM പാർട്ടിയും പിണറായി വിജയനെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പം ഒരു കാര്യം വളരെ കൃത്യമാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ വഴിയിൽ പേടിക്കുന്നത് എന്തിന്? ആ സാധനം ഇന്ന് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കുത്തുന്ന ഒരവസ്ഥയിലോട്ട് വരുന്നുണ്ട്. എന്തായാലും അന്ന് സോളാർ കേസിൽ എങ്ങനെയാണോ സരിത എസ് നായരെ ഒതുക്കിയത് അതുപോലെ ഒതുക്കാം എന്നുള്ളൊരു ധാരണ ഈ വിഷയത്തിൽ സ്വപ്ന സുരേഷിൻ്റെ വിഷയത്തിൽ അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഒതുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പോലെ സ്വപ്ന സുരേഷ് വിജിലൻസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരാകുന്നു, പല മൊഴികളും കൊടുക്കുന്നു. എനിക്കൊണ്ട് ഇതിൻ്റെ എല്ലാം പാടെ വെച്ച് നോക്കുമ്പോൾ എല്ലാം പാടെ ഒരൊറ്റയടിക്ക് പിണറായി വിജയൻ ഒതുക്കുക എന്നുള്ള സാധനം വരുന്നില്ല. കാരണം ഈ പറഞ്ഞ ഒരു വശത്ത് ലാവ്ലിൻ കേസ്, മറുവശത്ത് EDയുടെ കേസ് അടക്കുന്നുണ്ട്, ED ആക്രമിച്ച രാജ്യദ്രോഹ കുറ്റമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് അടക്കം അടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ ഈ ഒരു സാധനം പാടെ വരുന്നില്ല. ഫവാസെ, മറ്റൊന്നുകൂടി ഫവാസ് അതിൻ്റെ വിട്ടുപോയതാണെന്ന് എനിക്കറിയില്ല. ED ആക്രമിച്ച കേസിലുപരിയായി പിണറായി വിജയനിലേക്ക് ED വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടിട്ട് ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പം വീണയെ സംബന്ധിച്ചിടത്തോളം CMRLന് വീണയെ അറിയില്ല. വീണയിൽ നിന്ന് യാതൊരു പ്രതിഫലം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് CMRLും പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് വീണയും പറഞ്ഞു കഴിഞ്ഞു. വീണ പറഞ്ഞ സേവനങ്ങൾ എന്താണ്? സാധാരണ ഒരു കൊള്ളാവുന്ന മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവർക്ക് ലഭ്യമാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആ സേവനങ്ങളൊന്നും അവിടെ ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ വീണ വിജയന് CMRL എന്തിനു പൈസ കൊടുക്കണം? അപ്പോൾ വീണ വിജയൻ്റെ അച്ഛൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലായിരുന്നു പരിസ്ഥിതി വകുപ്പെല്ലാം അടങ്ങിയിരുന്നത്. CMRLന് ആവശ്യം കരിമണലാണ്. അവരുടെ കമ്പനിയിലേക്ക് ആവശ്യം അസംസ്കൃത വസ്തു കരിമണലാണ്. ഈ കരിമണൽ ഖനനം ചെയ്തെടുക്കുന്നതിനോ അല്ലെങ്കിൽ കരിമണൽ CMRLിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ സഹായം കൂടിയേ സാധിക്കൂ. അങ്ങനെയെങ്കിൽ വഴിവിട്ട ഏതെങ്കിലും തരത്തിൽ CMRLന് പിണറായി വിജയൻ നൽകിയിരിക്കുന്ന സഹായത്തിന് പ്രത്യുപകാരമായി മകൾക്ക് പണം കൊടുത്തു എന്ന തരത്തിൽ തന്നെയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ED വീണയെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്ത നാളുകളിൽ അന്വേഷണം പിണറായി വിജയനിലേക്കും വരും എന്നുള്ളതിന് സംശയമില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കോടതിയിലിരിക്കുന്ന ലാവ്ലിൻ കേസ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈഫ് മിഷൻ കോഴ കേസിൽ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള കേസിൻ്റെ കൂടെ ED കേസ് കൂടി പിണറായി വിജയനിലേക്ക് വരും. അത് ഉറപ്പാണ്. ഇപ്പോൾ ഒരു തരത്തിൽ ഇടുത്തി വെട്ടിയ പോലെയാണ് എല്ലാം പാടെ ഒരുമിച്ച് പിണറായി വിജയന്റെ തലയിൽ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതെ, അപ്പോൾ എല്ലാ കേസും പാടെ കൺസോൾഡേറ്റ് ആയി പിണറായി വിജയൻ ഇത് ഒരുമിച്ച് വരുന്നു. അപ്പോൾ അതിൻ്റെ എനിക്കൊണ്ട് സ്വപ്ന ആ ഒരു കാര്യം കൂടിയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. കാരണം പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വീക്കായി നിൽക്കുന്ന, ഇപ്പം ഒരു എന്താ പറയുക, ശത്രുവിനെ ഏറ്റവും അടിക്കാൻ പറ്റിയ സമയം, അദ്ദേഹം ഏറ്റവും വീക്കായി നിൽക്കുന്ന സമയം എന്ന് പറയാറുണ്ട്. കാരണം ബലക്ഷയം അങ്ങേയറ്റം നിൽക്കുന്നൊരു സമയം. പ്രായാധിക്യം കൊണ്ടൊരു വശത്ത്, മറുവശത്ത് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു, മുന്നണിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു, പലതരത്തിലുള്ള കേസുകൾ വരുന്നു, അസുഖം ഒരു വശത്ത്, അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ടാവുന്നു, സംസ്ഥാനത്ത് ഭരണം മാറുന്നു, പാർട്ടിക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങളായി തിരിയുന്നു. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ 2 വിഭാഗമായി തിരിയും. അപ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയൻ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് അവിടെ ചെയ്തത്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ ഈ വിഷയത്തിൽ നിന്ന് കേച്ചിലായി പോകാൻ പറ്റും, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്നുള്ളത്. കാരണം ഒന്നല്ലെങ്കിൽ ഒന്നിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കേസ് അദ്ദേഹത്തിനെതിരെയുണ്ട്. ഏതെങ്കിലും ഒന്നിൽ അദ്ദേഹം എന്തായാലും പെടാണ്ടിരിക്കില്ല. പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിൽ ഇത്രയും കാലം അസ്തമിക്കാത്ത സൂര്യനായി ഉദിച്ചു നിന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, പാർട്ടിയുടെ എന്താ പറയുക യശസ്സറ്റ മുഖം, അല്ലെങ്കിൽ ഊരി പിടിച്ച വാളിനകത്തൂടെ എന്താ പറയുക ധൈര്യമായി നടന്ന ആ ഒരു ധീര നേതാവ്, ഒരു എന്താ പറയുക യോദ്ധ നേതാവ് എന്നൊക്കെ പറയുന്ന പോലത്തെ പിണറായി വിജയൻ ഇനി പാർട്ടിക്കുള്ളിൽ നിന്നും CPMൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ നിന്നും പൂർണ്ണമായി ഇല്ലാണ്ടാവപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ മറ്റൊരു ചൊല്ലുകൂടി നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് വാളെടുത്തവൻ വാളാൽ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രത്തോളം ജനകീയ മുഖമുള്ള ഒരു നേതാവിനെതിരെ ഒരു സ്ത്രീയെ ഇറക്കിയില്ലാത്ത ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി പിണറായി വിജയൻ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തു രാഷ്ട്രീയത്തിൽ. ഒരുപക്ഷെ ഈ ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യനുണ്ടായിരുന്ന അസുഖം പോലും മൂർച്ഛിക്കാൻ അതൊരു കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെയായി മാധ്യമങ്ങളിൽ സംസാരിച്ചപ്പോൾ പുറത്തു വന്ന വാർത്ത. ഇതുപോലെ തന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അല്ലെങ്കിൽ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സ്വപ്ന സുരേഷ് ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ
എൻ്റെ മുഖം മുഴുവൻ മൂടി പലതവണയാണ് ജയിലുകളിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയത്, പലപ്പോഴും കോടതി വിചാരണയ്ക്ക് കൊണ്ടുപോയത്. അന്ന് ഞാൻ അനുഭവിച്ചൊരു മാനസിക നൊമ്പരമുണ്ട്. അതിൻ്റെ ഒരു നൊമ്പരം പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു. മകൾ വീണ വിജയൻ ഇ ഡി ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായപ്പോൾ അവർ കറുത്ത മാസ്കൊക്കെ ധരിച്ചാണ് വീണ വിജയൻ വന്നത്. ഇതുവരെയും വീണ വിജയൻ ഒരു പൊതുവേദിയിലും വരുമ്പോൾ മാസ്ക് ധരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു, അതിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ഉറപ്പിച്ചു പറയുന്നത്. കാലം എനിക്ക് നൽകിയതിനെല്ലാം പിണറായി വിജയന് തിരിച്ചു കൊടുക്കും. എന്നെ അന്യായമായി പീഡിപ്പിച്ചതിന്, എന്നെ എന്നുള്ളതല്ല, ഒരു സ്ത്രീയെ അന്യായമായി പീഡിപ്പിച്ചതിന് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് മറ്റൊരാളെ പീഡിപ്പിച്ചതിന് കാലം തീർച്ചയായും തിരിച്ചടി കൊടുക്കും. ഇവിടെ ഫവാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഘടകങ്ങളും പിണറായി വിജയന് അനുകൂലമായി നിന്ന് എല്ലാ ഘടകങ്ങളും തിരിഞ്ഞു കൊത്തുന്നു. ഏറെ പരിക്ഷീണനായി പിണറായി ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഇനിയും പിണറായി വിജയന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വഴിമുട്ടി നിൽക്കുന്നു, ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്തായിരിക്കും ഇനി ഇതിൽ ഒരു പര്യവസാനം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.